സോ ഇതാണ് പുള്ളിന്റെ വീട് വരുന്നത്. പക്ഷെ ഇതിൽ കുറെ സങ്കടമുള്ള കാര്യങ്ങൾ എനിക്കുണ്ട്. ഇവിടെ 40 ദിവസമായിട്ട് ഇവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇതേ കാണിച്ചു തരാം. എന്നെ കണ്ടേ ക്യാമറ ഉണ്ടെങ്കിൽ കുറച്ചു നേരം മാറി ഉണ്ടായിരുന്നു. മുംബൈ ബാന്ദ്രയിലൊക്കെ ഒരു യാത്ര. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്പോട്ട് എവിടെ വെച്ചാല് ഒരു ഓക്കെ, ഞാനിപ്പോ നിൽക്കുന്നത് ബേണ്ടി ബസാർ എന്നാട്ടോ. അപ്പൊ ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ട്, ചോർ ബസാർ എന്നിട്ടൊരു വീഡിയോ. ആ ചോർ ബസാർ പോയിട്ടാണ് ഞാൻ ഇപ്പൊ ബാന്ദ്രയിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഫുള്ള് ഓട്ടോണ്, ബ്ലോക്ക് ഹെവി ബ്ലോക്കാണ് ഇവിടെ. ഇപ്പൊ ഞാൻ ബാന്ദ്രയിലോട്ട് ബസ്സിനാണ് പോകുന്നത്. ബസ് നമ്പർ ഇവിടെ കാണാം. ഒരുപാട് ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഒരു സൈഡിൽ ഒരു ബസ് സ്റ്റോപ്പ് മാത്രമല്ല, ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇതിന് അപ്പുറത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അപ്പുറത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ ഈ ബസ് സ്റ്റോപ്പ് 151 നമ്പർ ആ ബസ്സുകൾ നിർത്തുന്ന ബസ് സ്റ്റോപ്പാണിത്. അപ്പൊ ആ ഒരാളുകൾ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ 1 നമ്പറും 51 നമ്പറും മാത്രമാണ് ബാന്ദ്രയിലോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വെയിറ്റിംഗ് ആണ്. കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു. ബസ്സൊന്നും കാണാനല്ല. ബ്ലോക്ക് ഹെവി ട്രാഫിക് ബ്ലോക്ക് ആട്ടോ. ബസ്സുകൾ നിങ്ങൾക്ക് കാണാം, ബസ്സുകൾ നമ്പറുകൾ കാണാൻ. പക്ഷെ മെയിനായിട്ട് ഇവിടെ ബസ് നമ്പറും അത് കണ്ടു. നിങ്ങൾ മറാഠിയിലായിരിക്കണം. ചില ബസ്സുകൾക്ക് ഇംഗ്ലീഷ് ഇല്ല. അതുകൊണ്ട് മറാഠി നിങ്ങൾ ഇടയ്ക്ക് ചോദിച്ചിട്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ വരുന്നത്. ഒരു ബസ് സ്റ്റോപ്പ് കുറേ ബസ് സ്റ്റോപ്പ് വരുന്നതുകൊണ്ട് ഏതാ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക വെച്ചാൽ ആ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നാൽ മതി. നമുക്കിനി ബസ് വെയിറ്റ് ചെയ്യാം. ഇവിടുന്ന് ഒരു 11 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എങ്ങനെ പോലെ 1 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും. ബസ് കുറേ നേരമായി നിൽക്കുന്നു. വേറൊരു ബസ് കിട്ടി കേട്ടോ. അതിനകത്ത് ആ ബ്ലോക്കിലാണ് ചാടി കയറാൻ കൊടുത്തത്. ഇറക്കി വിട്ടു ഗൈസ്. ബാന്ദ്ര ബസ് ഇപ്പൊ ഇതൊന്നും തന്നെ ഇറങ്ങേണ്ടി വന്നു. അതായത് ഞാൻ ഓടിക്കേറി. അപ്പൊ അവരെന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. അത് എൻ്റെ മിസ്റ്റേക്ക് ആവാം. എൻ്റെ മിസ്റ്റേക്ക് കാരണം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറാൻ വേണ്ടി നിന്നു. ആ സമയത്തിനോട് അവർ പറഞ്ഞു കുഴപ്പമില്ല. കുറേ ആൾക്കാർ പറഞ്ഞു നീ മറ്റേ ബ്ലോക്കിൽ തന്നെ കയറി പോയി പറഞ്ഞു. അങ്ങനെ കേട്ടോ കയറിയത്. എൻ്റെ അടുത്തുള്ള മിസ്റ്റേക്ക് ആണത്. അത് എനിക്കറിയാം. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. മിസ്റ്റേക്ക് എൻ്റെ അടുത്താണ്. പക്ഷേ ഞാനിവർ പറയുന്നത് കേട്ടു. കാരണം കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു ബസ്സിന് വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ആ സ്പിരിറ്റിലെടുത്താൽ മതി. എന്തിനേ ഇംഗ്ലീഷ് 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 ഇതിൽ റേറ്റ് ഉണ്ട്. നിങ്ങളിത് മറാഠിയാണ്, മനസ്സിലാവില്ല. 15 രൂപ 15 രൂപയുടെ ടിക്കറ്റ്. ഭാഗ്യം കുറച്ച് ഇരിക്കട്ടെ. ടയർഡ് ബസ്സിലെ കാഴ്ചയൊന്നും കാണാതിരിക്കും നല്ലത്. കാരണം ബ്ലോക്കാണ്, കംപ്ലീറ്റ് ബ്ലോക്കാണ് ഗൈസ്. അങ്ങനെ ഫൈനലി ബാന്ദ്ര ഈസ്റ്റ് എത്തിട്ടോ. ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഇവിടെ ടിക്കറ്റ് നമ്മൾ കണ്ടക്ടറെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബസ്സിൽ ഇടയ്ക്ക് ഒരു പോലീസുകാരെ മറ്റേ TT പോലെ ചെക്കിങ്ങിന് ഒരു പോലീസുകാരൻ വരും. എന്നിട്ട് നമ്മളോട് ടിക്കറ്റ് ചോദിക്കും. അപ്പോൾ ടിക്കറ്റ് കൊടുക്കണം. ടിക്കറ്റ് കാണിച്ചാലേ അല്ലെങ്കിൽ ഫൈൻ ഇടും. അങ്ങനെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ എത്തി ഉറങ്ങി ഒന്ന് ടയർഡായി പോയി. മറ്റേ ടയർഡാണ്. കുഴപ്പമില്ല. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇവിടെ ഈസ്റ്റ് ബാന്ദ്രയാണ്. ഇവിടെ ഒന്നുമില്ല ശരിക്കും. മുംബൈയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺസ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാർ ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അമിതാഭ് ബച്ചൻ്റെ വീട് വരുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഇവിടെ അല്ല, വെസ്റ്റിലാണ്. ഞാൻ ഇപ്പോൾ ഈസ്റ്റിലാണ്. നമുക്ക് ഇവിടുന്ന് ടാക്സിയോ ഓട്ടോയോ എടുത്ത് പോവാം. 4 കിലോമീറ്റർ ഉണ്ട്. അറൗണ്ട് ഒരു 5:30 ആയി. 6 മണിയാകുമ്പോൾ അവിടെ എത്തിയാൽ ലൈറ്റ് പോകണമെങ്കിൽ എത്ര നല്ലത് അറിയില്ല. ആഗ്രഹം ഇതിനോട് ഇറങ്ങാം. ഇറങ്ങി ബൈ. ഓട്ടോ ടാക്സി ഇല്ല. ഓട്ടോ ടാക്സി ഇല്ല. അപ്പോൾ അടുത്ത് പോകാം. टैक्सी है बस स्टैंड टैक्सी ये इधर बाजू में जाएगा वेस्ट में जाएगा वेस्ट में नहीं उतर जाओ बस ये इधर बाजू में जाएगा ही वेस्ट में इधर चले जाएगा बैंड्रा वेस्ट हाँ इससे टैक्सी है हाँ टैक्सी जाएगा हाँ टैक्सी टैक्सी टैक्सी
टैक्सी इधर नहीं है, टैक्सी इधर। अरे भाई टैक्सी है ना इधर, बड़े भाई नाके पे है टैक्सी। Okay, thank you. टैक्स फुड होगा। ഓരോ ടാക്സി ഉണ്ട് അവിടെ. ഓക്കെ, നോ പ്രോബ്ലം. ഐ ആം ഓക്കെ വിത്ത് ടാക്സി ഓർ ഓട്ടോ. Yeah, you can go. You can try this that area. In that area, you might find autos. I asked so many persons, but they are not coming. Yeah, it's probably closed. There's a lot of traffic and stuff. In the evening, then there's a traffic. So then, it's best for bus. Yeah, best. Best. Yeah. Because I want to see the Mannat and Shah Rukh Khan and Salman Khan. Juhu Beach, right? Bastak. Say, if I went to Bandra, Yeah. best. There's almost places near, right? Walking. Yeah. You might get it from here. Ask him just in the Bank stand. May alone. Thank you, bye. അങ്ങനെ ഫൈനലി ഒരു ഓട്ടോ കിട്ടിട്ടോ. കുറേ നേരമായി ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അവന്മാരെ പിടിച്ച് ഓട്ടോക്ക് നിർത്തിച്ചാണ്. കാരണം ഇവിടെ എങ്ങനെ വെച്ചാൽ ഇവർ നിർത്തുന്നില്ല. ഒറ്റ റീസണാണ് ക്യാമറ, അല്ലാതെ ഒരു അതർ റീസൺ ഇല്ല. ചില ഈ ഏരിയയിലാണ് റീസൺ ഉള്ളത്. ഐ മീൻ ഇങ്ങനെയൊക്കെ ഉള്ളൂ. മുംബൈയിൽ ഒരു പ്രശ്നമല്ല. ഇവിടെ ഇവർക്ക് ക്യാമറ അറിയില്ല. നമുക്ക് എത്ര ചാർജ് നോക്കാം. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ വരുന്നുണ്ട്. സോ ചാർജ് നോക്കാം. അടിപൊളിയാട്ടോ. ഇവിടെ ചെറിയൊരു കായൽ കാണുന്നുണ്ട്. പക്ഷെ കായലിലൊക്കെ ഫുള്ള് വേസ്റ്റ് കാണുന്നുണ്ട്. കഴിഞ്ഞിട്ട് അവിടെ ഇവിടുത്തെ മുംബൈൻ്റെ ടൗണാണ്. മുംബൈൻ്റെ ടൗണിൽ ഞാൻ ഒരു നമ്മളെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും അതുപോലെ താജ് ഹോട്ടലും അതുപോലെ ഒരു എലിഫന്റ് ഐലൻഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോൻ്റെ കാർഡ് നമ്മൾ ഇടാം. ആ ബ്രിഡ്ജ് അടിപൊളിയായിട്ട്. ആ ബ്രിഡ്ജിൽ കയറണം. സീലിംഗ് എന്ന് പറഞ്ഞ സ്പോട്ടാണ്. അത് ബാന്ദ്രയിലെ മെയിൻ ഒരു ഏരിയ ആണ്. പക്ഷെ അതിൽ ഓട്ടോസും ബൈക്കൊന്നും ഓട്ടോ ബൈക്ക് അലൗഡ് ചെയ്യേ ബൈക്ക്. ഈ ഹോസ്പിറ്റലുണ്ട്. നിങ്ങൾ മുംബൈയിലെ ഫേമസ് ഒരു ഹോസ്പിറ്റൽ അത്രേ. അതിൻ്റെ പേര് പറഞ്ഞായിരുന്നു, പക്ഷേ എനിക്കത് ഇനി ചോദിക്കണ്ടേ ഉള്ളിനോട്. इमरजेंसी भैया हॉस्पिटल नाम लीलावती. ഓക്കെ ലീലാവതി ഹോസ്പിറ്റൽ മുംബൈയിലെ ഏറ്റവും ഫേമസ് എന്ന് മാത്രമേ പറഞ്ഞോളൂ. വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ടെന്ന് എനിക്കറിയാം. അഡ്ജസ്റ്റ് കരോ, മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. ഷാറൂഖ് ഖാൻ ദിസ് വൺ. ഓ ഷാറൂഖ് ഖാൻ്റെ വീട് ഇതാണോ? ദിസ് വൺ റൈറ്റ്. സൽമാൻ ഖാൻ दूर हाँ ओके. ड्रॉप करेगा भाई. ड्रॉप करेगा. 101 ആണ്. 20 रुपये है. 101. വെറുപ്പിക്കാൻ കണ്ടു. സൽമാൻ ഖാൻ ഹോം, ഷാറൂഖ് ഖാൻ ഹോം.
മണ്ണത്ത്. ഇയാൾ ഇവിടെ ബീച്ചിൻ്റെ അവിടെ ഉണ്ടാക്കിയിട്ട് ചെറിയ ആൾക്കാരാട്ടോ ക്യൂവും ഫോട്ടോ ഒക്കെ. ഇയാളെ വീട് അവിടെ ഉണ്ടോന്നോ. ഇതാണ് ഷാറുഖ് ഖാന്റെ ഹോം മണ്ണത്ത്. കൊള്ളാല്ലേ? പുള്ളിക്കാവാലോ, കോടീശ്വരന്മാരിലെ മെയിൻ ആളാണല്ലോ. നൈസ്. സോ ഇതാണ് പുള്ളിൻ്റെ വീട് വരുന്നത്. പക്ഷെ ഇതിൽ കുറേ സങ്കടമുള്ള കാര്യങ്ങൾ എനിക്കുണ്ട്. ഇവിടെ 40 ദിവസമായിട്ട് ഇവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇതേ കാണിച്ചു തരാം. എന്നെ കണ്ടേ ക്യാമറ ഉണ്ടെങ്കിൽ കുറച്ച് നേരം മാറി ഉണ്ടായിരുന്നു. 40 ദിവസമായിട്ട് ഷാറുഖ് ഖാനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുത്തനെ കണ്ടായിരുന്നു എന്നോട്, ബോർഡൊക്കെ പിടിച്ചിട്ട്. ഇവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടാവുമായിരുന്നു. നിങ്ങളൊന്ന് അത് ശരിയാണോ അത് നിങ്ങൾ പറഞ്ഞത്? ഒരാളെ ഒരു സിനിമ നടനെ എത്രക്കൊക്കെ ആരാധിക്കാൻ പാടുന്നു. മാങ്ങകളുണ്ട്, വാട്ടർ ബോട്ടിലുണ്ട്. കാരണം ഞാൻ ശരിയാണെന്ന് പറയാൻ കാരണം വേറെ റീസൺ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ 40 ദിവസത്തിൽ അവൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം 40 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു ജീവിതത്തിൽ വിലപ്പെട്ട 40 ദിവസമല്ല അവൻ ഈ ഒരു ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്യണത്. ഒന്ന് നമ്മളൊക്കെ ഒന്ന് സെറ്റായാണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി ഷാറുഖ് ഖാനൊക്കെ നമ്മൾ പിന്നാലെ വരും. അത് പറയും പിന്നെ വരുമെന്ന്. അതൊക്കെ നമ്മൾ വരും. അതൊക്കെ അത്രയ്ക്ക് ഹൈ മൈൻഡ് സെറ്റ് ആയിരിക്കണം, അല്ലാതെ വെറുതെ ലോക്കൽ മൈൻഡ് സെറ്റ് ആവരുത്. ഇപ്പം അവൻ അവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ അവനെ തന്നെ തളർത്തുന്നതാണ്, അതായത് മറ്റുള്ളവരല്ല. അവനെപ്പോഴും പോലീസുകാർ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, മറാഠിയാണ്. ബീച്ച് അടിപൊളി. നമുക്ക് ബീച്ച് മതി ഗൈസ്, അല്ലാതെ കൊള്ളാം. ബീച്ച് ഞാനിവിടെ വന്നത് ഒരു ഇതുണ്ട്, ഐ മീൻ നല്ലൊരു ബ്രിഡ്ജ് വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ടാണ്. സോ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ വീട് കാണാനായിട്ട് ഇറങ്ങുന്നതും വേണ്ട, പക്ഷെ ഏറ്റവും ബെസ്റ്റ് ബീച്ചിലോട്ട് വന്നു. ബീച്ച് ഇതുപോലത്തെ ഒരു സീലിംഗ് ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. പക്ഷെ അവിടെ കാറ് ഓട്ടോയും ബൈക്കൊന്നും അലൗഡല്ല, കാറ് മാത്രമേ അലൗഡ് ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടുന്ന് ചുമ്മാ ഐ മീൻ ഈ ഒരു ഏരിയ തന്നെയാണ് എല്ലാം. അപ്പോൾ അത് കണ്ടിട്ട് പോവാം. പിന്നെ ഒരു ഹൈടെക് ഏരിയ ആണ് ഇവിടെ, ഐ മീൻ ആ ഒരു മെൻറ്റാലിറ്റിയാണ്. ഐ മീൻ സ്ട്രീറ്റും കാര്യങ്ങളും അങ്ങനെ ലോക്കൽ അങ്ങനത്തെ അല്ല, അതായത് ഒരു ഹൈടെക് മൈൻഡ്, ഐ മീൻ അങ്ങനത്തെ ഒരു മൈൻഡാണ് അവിടെ. സോ ബീച്ചിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം. പുള്ളിൻ്റെ വീട് അതാണ് കാണുന്നു. പുള്ളിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം, ഇവിടെ തിരിക്കാമല്ല, ഇവിടെ നേരെ ഈ സൽമാൻ ഖാൻ്റെ വീടും കൂടി പോയിട്ട് ബോളിവുഡിലെ മെയിൻ ആൾക്കാരൊക്കെ വീടൊക്കെ കണ്ടിട്ടൊന്ന് പോവാം. ഓക്കെ, ഇനി ഓട്ടോ വിളിച്ചിട്ട് കാര്യമില്ല, കാറാ എടുക്കണ്ടേ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഇനി കാറാണ് അവിടെ ഉള്ളൂ. ആ ബ്രിഡ്ജ് കയറി ഇറങ്ങാം നമുക്ക്. കാരണം സൽമാൻ ഖാൻ്റെ ഹംസ് പിന്നെ നോക്കാം. ഐ മീൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വഴി തന്നെ ആണെങ്കിൽ നമുക്ക് കയറിയിട്ട് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രയോറിറ്റി ഇപ്പോൾ ബ്രിഡ്ജാണ്. വേറെ കാര്യം. സോ ടാക്സി कार लिंक ब्रिड्ज yeah yes but the auto is not allowed there. Bridge this side will be auto, that side will be taxi. Okay, then go. I want to see bridge. I want to enter the bridge. Enter the bridge. I mean you drop me there. That side I will drop. Okay, then I will take the I mean drop some taxi person, then I will take the taxi. Okay, If you go that side will be 120 rupees sir. I mean 120 rupees sir. for That side. how many kilometers from here? 3-4 kilometers. For 120.
100 is enough, then go. No, 100 is enough. I will give you 100. Okay? This is Rekha's house. Vega. This one is Javed Akhtar's son house. Farhan Akhtar. Okay. ആരാണ് എൻ്റെ ബോളിവുഡ് ആക്ട്രസ് ആണോ? This one is the Tiku apartment is Okay. Hema Malini. ഹേമമാലിനി Hema Malini daughter. ഡോക്ടർ. ഓക്കെ ഓക്കെ. സൽമാൻ ഖാൻ. Salman Khan is that side. Galaxy apartment. ഓക്കെ. Shall we go there? Just one photo then go back. Yeah. That will be deadline end side. Okay. No one's living there, right? Will be end. End. Okay. The Samjha. road will be end that side. Okay, okay. This Ah. one is Anand Ahuja house. Sonam Kapoor. Sonam Kapoor. Sonam Kapoor husband house. Okay. That's a yellow. Yeah, this one. Okay, that white. That apartment name is Rockdale. Okay, okay. കുറെ സെലിബ്രിറ്റീനെ കണ്ടില്ല നിങ്ങള്? You are from? I'm from Kerala. I am from Hyderabad. Hyderabad. Okay, I visited in Hyderabad. That's why I am speaking English. Oh, okay, okay. That's good. South Indian people only talk Hindi, Ah. English, well, mother tongue. Yes, what is yes, mother tongue? You yes. Tamil. Exactly, yes. Okay. Yes, yes. I've been there in 5 days in Hyderabad. Yeah. I- Hyderabad is so nice. Yes, yes. That side is Sushant Singh Rajput Congress. That side. Okay, okay. That's Sushant? Yes, Sushant Singh Rajput. That's a is that right? Yeah. This one is Wahida Rahman. You see about that side, Wahida Rahman. Ah, yes. I will guide you very better than match. Yes, yes. Now I can understand more details about this. What is your name, bro? Yeah, this one is Salman Khan. Salman Khan. This bike. Which one? This one. This. Salman Khan house. The Galaxy apartment. Okay, okay. Can you just No, 2 minutes? I'm just a photo, then come back. The policeman will be punishing here. Here. Yeah. പുള്ളിന്റെ വീട് ഇതാട്ടോ. അവിടെയൊക്കെ പോലീസ് ഉണ്ട്. പുള്ളി പോലും ഇവിടെ ഉണ്ടാവില്ല. 2-3 പോലീസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. Do you want a taxi? I want taxi. Because before lighting, I want to take a video. That's why I'm going very urgent. This one is my good studio. This. See that one. Okay. Mehboob Studios. Okay. Okay, Mehboob Studio. അവിടെ നടന്മാരുണ്ടാവും കേട്ടോ ചിലപ്പം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. Huh? അപ്പോൾ നമുക്ക് ഇനി കാറിലാണ് യാത്ര. പുള്ളിന് ഒരു 3 കിലോമീറ്റർ ഒന്നിന് 150 രൂപയൊന്നും ഇല്ല കേട്ടോ. ലെറ്റ്സ് സീ. ഇനിയിപ്പോൾ ഇയാളെന്താ പറയുന്നത്? ഓക്കെ ബൈ. ബാന്ദ്ര എന്ന് പറഞ്ഞാൽ മെയിൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ചസ്റ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അതാണ്. കുറേ ഇപ്പം പുള്ളിനെ പറഞ്ഞില്ല, കുറേ നടന്മാർ ഇവിടെ ഉണ്ട്, കുറേ ആക്ടേഴ്സ് ഉണ്ട്, ആക്ടേഴ്സിൻ്റെ മക്കളുണ്ട്. സോ എനിക്ക് ജസ്റ്റ് നമുക്ക് അറിയുന്ന 2 പേരെ കാണിക്കാന്നുള്ളൂ. അല്ല കൂടുതലൊന്നും അതിനോട് എനിക്കും താല്പര്യമില്ല. സോ ലൈറ്റ് പോകണം. പിന്നെ ലൈറ്റ് പോയി ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഗ്രെയിൻ സ്റ്റോർ ഉണ്ടാവും. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആ ഒരു അടിപൊളി ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. 7 കിലോമീറ്ററാണ് അതിൻ്റെ ലെങ്ത്ത്. സോ അതുകൂടെ എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പോരാം. നസീം. നസീം. ഓക്കെ ഓക്കെ. പുള്ളിയുടെ പേര് നസീം എന്നാട്ടോ. ഹായ് മോളെ. ഹായ്. Written name is single. Okay. Written no. Single. ഓക്കെ കണ്ടായിരുന്നു. സോ ഇതാണ് എൻ്റർ ചെയ്യുന്നിട്ടോ.
അങ്ങനെ തിരിച്ച് ബ്രിഡ്ജൊക്കെ കഴിഞ്ഞു. ഇത്ര കാഴ്ചയുള്ളൂ. ഇനി അവിടെ ഐ മീൻ മെയിനായിട്ട് ബാന്ദ്രയിൽ എന്തൊക്കെയല്ല വെച്ചാൽ കുറേ പബ്ബുണ്ട്. പിന്നെ റിച്ചസ്റ്റ് ഏരിയ ആണ് മെയിൻ റിച്ചസ്റ്റ് ഏരിയ ആണ്. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് മറൈൻ ഡ്രൈവാണ്. ആ സൈഡ് മറൈൻ ഡ്രൈവാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ട്രാഫിക് സിഗ്നലാണ്. തിരിച്ച് നേരെ ബയ്യ എന്നെ CST റെയിൽവേ സ്റ്റേഷൻ ആക്കി തരണം. വലിയ ബ്ലോക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ സമയത്ത് ബ്ലോക്ക് ഞങ്ങൾക്ക് പോകാൻ അങ്ങോട്ട് മടിയാണ്. CST റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് നേരെ അവിടെ നിന്ന് അറൗണ്ട് 35 കിലോമീറ്റർ ഉണ്ട് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ എവിടെ സ്റ്റേ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് CST जाना है, CST जाना है। yes गोल्डे फास्टेस्ट ट्रेन करेगा मजा आएगा. ഞാൻ പറയണത് എന്തെങ്കിലും കറക്റ്റ് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് മുംബൈ ടൗണിൽ നിന്ന് ഒരു 35 കിലോമീറ്റർ അകലെ ഒരു കോർണറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയോ, ഞാൻ ഡെയിലി 4 ദിവസമായിട്ട് രാവിലെ ആ 35 കിലോമീറ്റർ റൈഡ് ചെയ്ത് ബൈക്ക് കണ്ടീഷൻ ഉണ്ടായിരുന്നു. ബൈക്ക് ഓടിച്ച് വരും. 35 കിലോമീറ്റർ ഈ ബ്ലോക്കിൽ അറിയിക്കണം. ഈ ബ്ലോക്കിൽ റൈഡ് ചെയ്ത് ഇങ്ങനെ വരും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കട്ടെ. ഒക്കെ ഏകദേശം ഈ ഒരു സ്ഥലത്താണ് എല്ലാ പ്ലേസുകളും വരുന്നത്. പക്ഷെ ഞാൻ അവിടെ സ്റ്റേ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവരെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ കുഴപ്പമില്ല. ഇവിടെ സ്റ്റേ ചെയ്യാൻ ചീപ്പായിട്ട് സ്റ്റേ ചെയ്യാം. പക്ഷേ അവിടെ പുള്ളി അവിടെ ഒറ്റക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത് അങ്ങനെ എടുത്തു. ഡബിൾ ഡെക്കർ ബസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അവിടെ വേറെ കാര്യം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമാവാത്തത് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഐ മീൻ പോസിറ്റീവായിട്ട് എന്തെങ്കിലും എൻ്റെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക. ഞാനത് വീണ്ടും ആവർത്തിക്കാൻ നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞു. ഓക്കെ ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മുംബൈ യാത്ര ഇവിടെ मंत्रालय रक्षाबंधन है. रिक्शा इधर अलाउ नहीं है. नो टैक्सी. ओहो टैक्सी वाली 1 टैक्सी. हाँ मुंबई इधर से ഞാൻ പറഞ്ഞത് അത് രക്ഷാബന്ധൻ ഒരു ബിൽഡിംഗ് ആണെന്നോ. പക്ഷെ പുള്ളി പറഞ്ഞത് മുംബൈയിൽ കാറ് മാത്രം അലൗഡ്, ഓട്ടോ അലൗഡ് അല്ല. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഗൈസ്. ഓൾറെഡി കുറേ ലെങ്ത്തായി. അപ്പോൾ ഇവിടെ എൻ്റെ ഫോട്ടോൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് സബ് ചെയ്യാം. ഇപ്പുറത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളതും കണ്ടോ, അടിപൊളിയാണ്. അത് മീൻസ് പറഞ്ഞാൽ എലിഫൻ്റ് ഐലൻഡ് പോയൊരു വീഡിയോ കേട്ടോ. മുംബൈയിൽ ഒരിക്കലൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആണ് മനസ്സിലാവും. അപ്പോൾ ബൈ.